ഓക്കെ, നോക്കിക്കേ. ഓഡിയോ ക്ലിയർ അല്ലേ? ഓക്കെ. In a circle of radius 61 centimeter, two parallel chords of length 120 centimeter and 22 centimeter are drawn. If both the chords are on the same side of the center, then find the distance between the chords. Okay, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാ വരയ്ക്കുന്നേ. ഇവിടെ നോക്കിക്കേ, സർക്കിൾ വരയ്ക്കാം അല്ലേ? ഒരു സർക്കിൾ വരയ്ക്കാം. പിന്നെന്താ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്? സർക്കിൾ വരയ്ക്കുന്നു, റേഡിയസ് 61 സെന്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. ടു പാരലൽ കോഡ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ടു പാരലൽ കോഡ്സ് ആണ്. അപ്പോൾ ഒരെണ്ണം നമുക്ക് സെന്റർ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ സെന്ററിന്റെ ഒരു സൈഡിലായിട്ട് തന്നെയാണ് രണ്ട് കോഡ്സും വരുന്നത്. ഈ കോഡ്സിന് ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഇനി ഈ സർക്കിളിന്റെ സെന്റർ റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് എത്രയാ തന്നിട്ടുണ്ട്? 61 സെന്റിമീറ്റർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ പറയുന്നേ? 61 സെന്റിമീറ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, നോക്കിക്കേ, 61 റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് 61 ആണ് അല്ലേ? അപ്പൊ ഇവിടത്തെ നമുക്ക് ടു പാരലൽ കോഡ്സ്, അപ്പൊ ലെങ്ത് കൂടുതൽ 120. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണെന്ന് പറയാം? 120 ആണ്. ഇവിടെ ഈ രണ്ട് കോഡിന്റെ ലെങ്ത് ആണ് 120. അതായത് ഇത് 60 ആണെങ്കിൽ ഇതും 60 ആണ്, ആണല്ലോ. ഇനി അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? അടുത്ത നമുക്ക് ഈ കോഡുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതായത് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഈ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിട്ടുള്ളത് ഈ 60, ഇത് 60. നമുക്ക് രണ്ട് പാരലൽ കോഡ്സ് ആണ്. അപ്പൊ ഇതെന്തായിരിക്കും? ഇത് 11ഉം ഇത് 11ഉം. ഈ ലെങ്ത് എന്ന് പറയുന്നത് 11 ആയിരിക്കും തന്നിട്ടുള്ളത്, ആണല്ലോ. ഓക്കെ, മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇത് 60 ആണ്, ഈ ലെങ്ത് ആണ് 60. ക്ലിയർ ആണല്ലോ? കണ്ടുപിടിക്കേണ്ടത് ഈ ലെങ്ത്, കോഡുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഫസ്റ്റ് നമുക്ക് പേര് കൊടുക്കാം അല്ലെ? O ആണ് സെന്റർ എങ്കിൽ നമുക്ക് AB, നമുക്ക് AB എന്ന് പറയുന്ന കോഡ്, ABCD എന്ന് പറയുന്ന രണ്ട് കോഡ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ M ഉം N എന്നും പേരിടാം. ഓക്കെ, അങ്ങനെയെങ്കിൽ നോക്കിക്കേ, OAM എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഇത് എന്താണ്? പാരലൽ കോഡ്സ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ പെർപെൻഡിക്കുലർ, അതായത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നോക്കിക്കേ, ട്രയാങ്കിൾ OAM എടുക്കുകയാണെങ്കിൽ പൈതോറസ് തിയറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇത് 61, ഇത് 60. OM എന്ന് പറയുന്നത് കണ്ടുപിടിച്ചുകൂടെ അല്ലേ? അപ്പൊ OM എന്ന് പറയുന്നത് എന്ത് വരും? OM സ്ക്വയർ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എന്ത് വരും? OA സ്ക്വയർ മൈനസ് AM സ്ക്വയർ എന്ന് വരും. അങ്ങനെയെങ്കിൽ OM ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് OA സ്ക്വയർ. OA സ്ക്വയർ എന്ന് പറഞ്ഞാൽ 61 സ്ക്വയർ മൈനസ് 60 സ്ക്വയർ. ഓക്കെ, അങ്ങനെയെങ്കിൽ എന്താ വരുന്നത്? 61ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത്? അല്ലെങ്കിൽ പൈതഗോറിയൻ ട്രിപ്ലെറ്റ് അറിയാമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലേ? അപ്പൊ 61 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എത്രയാ? 3721. 60 സ്ക്വയറോ 3600. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 121 എന്ന് കിട്ടും. സോ നമുക്ക് എന്താ കിട്ടുന്നത്? OM ഈസ് ഈക്വൽ ടു 11. സോ ഈ ഡിസ്റ്റൻസ് ആണ് 11 എന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്, ആണല്ലോ അല്ലേ? ഇനി നമുക്ക് അടുത്ത ഏത് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം? OCN. ട്രയാങ്കിൾ OCN കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ON സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? OC സ്ക്വയർ മൈനസ് എന്ത് വരും? CN സ്ക്വയർ എന്ന് വരും, ആണല്ലോ. അങ്ങനെയെങ്കിലും പൈതഗോറിയൻ ട്രിപ്ലെറ്റ് വെച്ച് കിട്ടുമ്പോൾ 61, 11, 60 അല്ലേ? അപ്പോൾ ON ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 61 സ്ക്വയർ മൈനസ് 11 സ്ക്വയർ. സോ നമുക്ക് എന്താ കിട്ടുന്നത്? നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 3600 എന്ന് വരും. സോ ON ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 60 എന്ന് കിട്ടും. സോ ONന്റെ വാല്യൂ 60. അങ്ങനെയെങ്കിൽ നമുക്ക് എന്താ വേണ്ടേ? MN ആണ് വേണ്ടത്. MN ഈസ് ഈക്വൽ ടു ON മൈനസ് OM ആണ്. അപ്പൊ നമുക്ക് എന്താ വരുന്നത്? 60 മൈനസ് 11 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 49 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ ആണെന്ന് പറയണേ? ക്ലിയർ ആണോ? വേഗം പറഞ്ഞേ.
ഓക്കെ ആണോന്ന് പറഞ്ഞേ വേഗം. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോ. ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഹോംവർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 12 ചെയ്തേ. കുറച്ചു മുമ്പ് ചെയ്ത സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, നോട്ട് ചെയ്തേ. ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 12 ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. നോട്ട് ചെയ്തോ വേഗം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ.
Okay, നോക്കിക്കേ. A circle is inscribed in a triangle ABC. It touches the side AB, BC, AC at the point R, P, Q respectively. If AQ 7.5 centimeter, PC 8.5 centimeter, then find the perimeter of the triangle ABC ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ എങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കിക്കേ. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ എ ബി സി. ആൻഡ് എന്താ പറഞ്ഞിരിക്കുന്നത്? ടച്ചസ് ദ സൈഡ് എ ബി, ബി സി, എ സി അറ്റ് പോയിന്റ് ആർ പി ക്യൂ. എ ബി ആർ പി ക്യൂ. ഓക്കെ, ആൻഡ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നമുക്ക് എ ക്യൂ എന്ന് പറയുന്നത് എത്ര വന്നിട്ടുണ്ട്? 7.5. പി സി 8.5, ബി ആർ 9.5. ആൻഡ് പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ എ ബി സി ആണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് എ ആർ ഈക്വൽ ടു എ ക്യു എന്ന് പറയാം അല്ലെ. ബി ആർ ഈക്വൽ ടു ബി പി എന്ന് പറയാം. അതേപോലെ തന്നെ ക്യു സി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു സി പി ആണല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഈ ആംഗിൾസ് എ ക്യു എന്ന് പറയുന്നത് 7.5 ആണ്. ക്യു സി എന്ന് പറയുന്നത് എന്ത് വരും? 8.5 അല്ലേ. ബി പി 9.5. ഇവിടെ എന്ത് വരും? എ ആർ 7.5. ഓക്കെ അല്ലേ? ഈ ആംഗിൾസ് അല്ലേ കിട്ടുന്നത്. സോ നമുക്ക് പെരിമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് വരും? 2 into 8.5 plus 2 into 7.5 plus 2 into 9.5 ആണല്ലോ. അങ്ങനെയെങ്കിൽ 2 കോമൺ ആയിട്ട് എടുത്താൽ 8.5 പ്ലസ് 7.5 പ്ലസ് 9.5. സോ നമുക്ക് എന്ത് കിട്ടും? എന്താ കിട്ടുക? 2 into 25.5. സോ നമുക്ക് എന്താ കിട്ടുന്നത്? 51 എന്ന് കിട്ടും. സോ 51 സെന്റിമീറ്റർ ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്ന് പറയണേ. ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. നോട്ട് ചെയ്തേ. ഹോംവർക്ക് ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ.
നോക്കിക്കേ, side AB and DC of a cyclic quadrilateral ABCD are produced to meet at E, and sides AB and AD and BC are produced to meet at F. If angle ADC 78, BEC 50, then measure of AFB ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ വരയ്ക്കണം അല്ലേ. അപ്പൊ നോക്കിക്കേ, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാം. ഓക്കെ, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ വരച്ചു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? എ ബി സി ഡി പേര് കൊടുക്കാം. എ ബി സി ഡി, എ ബി സി ഡി. എ ബി എന്ന് പറയുന്നത് എ ബി ഡി സി. ഓക്കെ, എ ബി ഡി സി എന്ത് ചെയ്യുന്നു? മീറ്റ് ചെയ്യുകയാണ്. ഇ എന്ന് പറയുന്ന സൈഡിലാണ് മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, എ ബി ഡി സി എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? മീറ്റ് ചെയ്തു. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ അങ്ങ് വരച്ചാൽ മതി കേട്ടോ. ആൻഡ് എന്താ, ഡി സി എന്ന് പറയുന്നത് മീറ്റ് ചെയ്തു, ഇയിലാണ് മീറ്റ് ചെയ്തത്. ആൻഡ് എ ഡി ബി സി ആർ പ്രൊഡ്യൂസ് ടു മീറ്റ് അറ്റ് എഫ്. ഓക്കെ, എഫിലാണ് മീറ്റ് ചെയ്തത്. ആൻഡ് എ ഡി സി എന്ന് പറയുന്നത് നമുക്ക് എ ഡി സി, ഈ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് 78 ഡിഗ്രി. ആൻഡ് ബി ഇ സി, ബി ഇ സി, ഈ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് 50. ഓക്കെ, ആൻഡ് എ എഫ് ബി, എ എഫ് ബി, എഫ് എന്തേ എ എഫ് ബി നോക്കിക്കേ, ഇത് തന്നിട്ടുണ്ട്. എത്രയാണ്? സോറി, എഫ് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതെന്താ തന്നിരിക്കുന്നേ. എങ്ങനെ ഇത് കണ്ടുപിടിക്കുക? ആംഗിൾ എ എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ അല്ലെ. ആംഗിൾ എ എന്ന് പറയുന്നത് എത്രയാ കിട്ടുക? 180 മൈനസ് 50 പ്ലസ് 78 കണ്ടുപിടിച്ചൂടെ? ആണല്ലോ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ എ എന്ന് പറയുന്നത് 180 മൈനസ് 128. സോ നമുക്ക് എന്ത് കിട്ടും? 52 എന്ന് കിട്ടും. സോ 52 ഡിഗ്രി എന്ന് ആംഗിൾ എ കിട്ടി. ഓക്കെ, ആംഗിൾ ബി നമുക്ക് കണ്ടുപിടിക്കാം. 180 മൈനസ് എന്ത് വരും? 78. ഓപ്പോസിറ്റ് ആംഗിളിന്റെ സം 180 ആണ്. സോ ആംഗിൾ ബി 180 മൈനസ് 78 എന്ന് പറയുമ്പോൾ 102 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ. ഇനി ആംഗിൾ എഫ് ആണ് നമുക്ക് വേണ്ടത്. ആംഗിൾ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? 180 മൈനസ് എന്ത് വരും? 52 പ്ലസ് 108, 102 കണ്ടുപിടിച്ചാൽ പോരെ, കുറച്ചാ പോരെ. സോ 180 മൈനസ് 52 പ്ലസ് 102 അല്ലേ, എന്ത് വരും? 154 എന്ന് വരും. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 26 ഡിഗ്രി എന്ന് കിട്ടും. സോ ഓപ്ഷൻ സി ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 16 നോക്കിക്കേ. ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഓക്കെ, നോക്കാം എന്താ വരുന്നേ. ഇവിടെ നോക്കിക്കേ. A circle is inscribed in the triangle ABC whose sides are given AB 10. Okay, AB 10, BC 8, CA 12. The value of AD into BF ആണ് ചോദിച്ചിട്ടുള്ളത്. AD into BF ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പൊ നമുക്ക് AB 10 ആണ്, BC 8 ആണ്, CA 12 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ദ ടു ടാൻജന്റ് എന്ന് പറയുന്നത് സെയിം ആണ് അല്ലേ. അതുകൊണ്ടാണ് AE എന്ന് പറയുന്നത് ADക്ക് ഈക്വൽ ആണല്ലോ. പറഞ്ഞു മനസ്സിലായോ. AE ADക്ക് ഈക്വൽ ആണ്. അതേപോലെ BE എന്ന് പറയുന്നത് BFന് ഈക്വൽ ആണ്. ഓക്കെ, അതേപോലെ എന്താ CD എന്ന് പറയുന്നത് CFന് ഈക്വൽ ആണ്. കാരണം എന്താ, ടു ടാൻജൻസ് ആണ് അല്ലെ, സെയിം ആണ് അല്ലെ. ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ ഇത് ഈക്വൽ ആയിരിക്കും. CD CFന് ഈക്വൽ ആണ്. സോ ദ ലെങ്ത് ഓഫ് ടു ടാൻജന്റ് ഡ്രോൺ ഓൺ ദി സെയിം സർക്കിൾ ഫ്രം ദി സെയിം എക്സ്റ്റേണൽ പോയിന്റ് എന്ന് പറയുന്നത് ഈ സെയിം ആണ്. സോ നമുക്ക് ഇവിടെ വേണമെങ്കിൽ പേര് കൊടുക്കാം. എന്ത് വരും, AE AD എന്ന് പറയുന്നത് നമുക്ക് എന്ത് കൊടുക്കാം, X എന്ന് കൊടുക്കാം അല്ലേ. അപ്പം ഈ BE അതുപോലെ തന്നെ BF അല്ലെങ്കിൽ നോക്കിക്കേ CDCF എന്ന് പറയുന്ന Y കൊടുക്കാം. ഇത് നമുക്ക് എന്ത് ചെയ്യാം, Z എന്നും കൊടുക്കാം. പറഞ്ഞ മനസ്സിലായോ. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ AB എന്ന് പറയുന്നത് എന്താണ്, AB AE plus EB ആണ് ആണല്ലോ
അല്ലെ? എ ബി എന്ന് പറയുന്നത് എ ഇ പ്ലസ് ഇ ബി ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ എ ബി എന്ന് പറയുന്നത് നമുക്ക് എന്ത് വരും? 10 ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഇസഡ് എന്ന് വരും അല്ലെ? എ ബി എന്ന് പറയുന്നത് എന്താണ്? എക്സ് പ്ലസ് ഇസഡ് എന്ന് കിട്ടത്തില്ലേ? അതുപോലെ തന്നെ അടുത്ത ഇക്വേഷൻ നോക്കാം. ബി സി എന്ന് പറയുന്നത് ബി എഫ് പ്ലസ് എന്ത് വരും? സി എഫ് ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് വരും? ബി സി എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ ഇസഡ് പ്ലസ് വൈ എന്ന് കിട്ടും. അതേപോലെ അടുത്തതും കൂടി ഒരെണ്ണം കൂടി കിട്ടുമല്ലോ. എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? എ ഡി പ്ലസ് സി ഡി ആണ്. എങ്കിൽ എ സി എന്ന് പറയുന്നത് 12 ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. ഓക്കെ, ഈ 3 ഇക്വേഷൻസും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? 10 പ്ലസ് 8 പ്ലസ് 12 അല്ലെ? ഈ 3 ഇക്വേഷനും നമ്മൾ ആഡ് ചെയ്യാണ്. സോ നമുക്ക് എക്സ് പ്ലസ് ഇസഡ് പ്ലസ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ. സോ നമുക്ക് 30 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്ന് കിട്ടത്തില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പൊ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ എക്സ് പ്ലസ് ഇസഡ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് വരും? എന്താ വരുന്നത്? അതായത് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും എക്സ് പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 10 എന്ന് തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ 10 പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 15. എങ്കിൽ വൈ എത്രയാന്ന് കണ്ടുപിടിച്ചൂടെ? 15 മൈനസ് 10 എന്ത് വരും? 5 എന്ന് വരും. വൈയുടെ വാല്യൂ കിട്ടി. അതേപോലെ സെക്കൻഡ് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്ന് പറയുന്നത് 15 ആണ്. എങ്കിൽ നമുക്ക് അവിടെ സെക്കൻഡ് ഇക്വേഷനിൽ ഇസഡ് പ്ലസ് വൈ എന്ന് പറയുന്നത് 8 ആണെന്ന് തന്നിട്ടുണ്ട്. സോ 8 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 15 ആണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 7 എന്ന് കിട്ടത്തില്ലേ? അതേപോലെ മൂന്നാമത്തെ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ 12 എന്ന് തന്നിട്ടുണ്ട്. സോ 12 പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 15. എങ്ങനെയെങ്കിൽ ഇസഡ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 15 മൈനസ് 12 3 എന്ന് കിട്ടത്തില്ലേ? സോ നമുക്ക് എല്ലാ വാല്യൂസും കിട്ടി അല്ലെ? നമുക്ക് വേണ്ട എന്താ? എ ഡി ഇൻറ്റു ബി എഫ് ആണ്. എ ഡി എക്സ് എന്ന് പറയുന്നത് 7 ആണ്. ബി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ബി എഫ് എന്ന് പറയുന്നത് ഇസഡ് ആണ്. ഇസഡ് എന്ന് പറയുന്നത് 3. സോ എ ഡി ഇൻറ്റു ബി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ഇൻറ്റു 3 21 എന്ന് കിട്ടും. 21 സെന്റിമീറ്റർ ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. 21 യൂണിറ്റ്സ് കേട്ടോ, സെന്റിമീറ്റർ അല്ല, യൂണിറ്റ് എന്നാ തന്നിരിക്കുന്നത്. സോ 21 യൂണിറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ ആണോ എന്ന് പറഞ്ഞേ? ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എന്താ വരുന്നതെന്ന് പറയണേ. ഇവിടെ നമുക്ക് ഇനി സർക്കിൾ വിത്ത് സെന്റർ O ആണ്. എ ബി ഇസ് ദ ഡയമീറ്റർ. ഓക്കെ, എ ബി ഡയമീറ്റർ ആണ്. സി ഡി ഇസ് എ കോഡ്. സി ഡി കോഡ് ആണെന്ന് തന്നിട്ടുണ്ട്. സച്ച് ദാറ്റ് എ ബി സി എന്ന് പറയുന്നത് എത്രയാ? 34 ഡിഗ്രി ആണ്. ആൻഡ് സി ഡി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ബി ഡി ആണ് കേട്ടോ. ഓക്കെ, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ഡി ബി സി ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇത് ഡയമീറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇത് 90 ഡിഗ്രി ആണ് ആംഗിൾ സി. സോ ആംഗിൾ എ എന്ന് പറയുന്നത് എത്രയായിരിക്കും കിട്ടുന്നത്? ആംഗിൾ എ ഈസ് ഈക്വൽ ടു 180 മൈനസ് 90 പ്ലസ് 34 അല്ലേ?
അപ്പൊ എന്ത് കിട്ടും? 180 മൈനസ് 90 പ്ലസ് 34 124 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? ബാക്കി എത്രയാ കിട്ടുക? 46 എന്ന് കിട്ടും. ആണല്ലോ, സോറി 56 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ ഇത് 56 ആണ്. നമുക്ക് എന്താ വേണ്ടേ? ആംഗിൾ ഡി ബി സി ആണ്. ഡി ബി സി ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ ഈ ഡി കണ്ടുപിടിച്ചുകൂടെ? ആംഗിൾ ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്? ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി എന്ന് പറയുന്നത് 180 ആണ്. സോ 180 മൈനസ് 56 കണ്ടുപിടിച്ചാൽ 124 എന്ന് കിട്ടും. ആണല്ലോ. സോ ഇത് 124 ആണെങ്കിൽ ഈ രണ്ട് ആംഗിൾ എന്തായിരിക്കും കിട്ടുന്നത്? ആംഗിൾ ബി എന്ന് പറയുന്നത്, അതായത് ട്രയാംഗിൾ ബി സി ഡി എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ട്രയാംഗിൾ ബി സി ഡി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ബി സി ഡി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നോക്കിക്കേ, ഐസോസ്ലസ് ട്രയാംഗിൾ ആണ്. സോ ആംഗിൾ ബി എന്ന് പറയുന്നത് 180 മൈനസ് 124/2, അതായത് 56/2 ഇസ് ഈക്വൽ ടു 28 അല്ലേ? അപ്പൊ ഇത് 28. അപ്പൊ എന്ത് വരും? ആംഗിൾ ബി എന്ന് പറയുന്നത് 34 പ്ലസ് 28 എന്ത് വരും? 62 എന്ന് വരും. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. സോറി, നമുക്ക് ആംഗിൾ ബി അല്ലല്ലോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ടോട്ടൽ ഡി ബി സി ആണ് ചോദിച്ചിരിക്കുന്നത്. സോ 28 കേട്ടോ. ടോട്ടൽ ആംഗിൾ ബി ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അതല്ല നമ്മുടെ ചോദ്യം. നമ്മുടെ ചോദ്യം ആംഗിൾ ഡി ബി സി ആണ്. സോ ആംഗിൾ ഡി ബി സി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഡി ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാ? 28 ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉള്ളവർ ചോദിച്ചേ. അടുത്ത നോക്കിക്കേ. ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണേ. നോട്ട് ചെയ്തോ. ഹോംവർക്ക് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനും ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോട്ട് ചെയ്യണേ. 90/20 നോട്ട് ചെയ്തിട്ട് പറയണേ. 90 നോട്ട് ചെയ്തവർ പറയണേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തേ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചേ. നമ്മൾ ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.